ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മമ്മിയെ ഇത്രയും ദ്രോഹിച്ച ഒരാള് എന്റെ കൺമുന്നിൽ വന്ന ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. മോളെ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളില്ല മമ്മി. സിത്താര തിരക്കിയായിരുന്നോ? കേട്ടു, ബിസിനസ് രംഗത്തെ അയൺ ലേഡി അങ്ങനല്ലേ? ഞാൻ കുറെ കാലം വിദേശത്തായിരുന്നല്ലോ. അവിടെ വെച്ചാണ് സിത്താരയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ വാർത്തകളിലൂടെ അറിയുന്നത്. വഴി ശ്രീനിവാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ സഞ്ചരിച്ചാൽ മതിയല്ലോ. സിത്താര, എന്റെ സ്നേഹം മുഴുവൻ ഞാൻ കൊടുത്തൊരുത്തി. പക്ഷേ ആദ്യത്തെ പരോളിന് പുറത്തിറങ്ങി ഞാൻ കാണാൻ ചെന്നപ്പോ അവള് മറ്റൊരാളേതായിരുന്നു. അതിലൊരു ദുഃഖം. അത് പൊറുക്കാനുള്ള വിശാലതയൊന്നും ദൈവം എനിക്ക് തന്നില്ല. സിത്താര എന്ന അധ്യായം ശ്രീനിവാസന്റെ മനസ്സിൽ നിന്ന് പോയി. പോട്ടെ, ഭൂതകാലത്തെ കറുത്ത ഏടുകളുടെ കൂട്ടത്തില് കനത്ത ഒരെണ്ണം. രവി, എനിക്ക് എന്റെ മോളെ കണ്ടെത്തണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അവളുടെ കൂടെ കൊതി തീരുന്നവരെ എനിക്ക് ജീവിക്കണം. അവളെയും അവക്ക് വരാൻ പോകുന്ന ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം കണ്ട്. ഞാൻ കൂടെയുണ്ട്, എന്ത് സഹായത്തിനും. നമുക്ക് തിരയാടോ. താങ്ക്സ് എടാ. അല്ല മൂർത്തിയേട്ടാ, ഇതിപ്പോ എന്തിനാ ധൃതി പിടിച്ച് ശ്രീനിവാസ സാർ സ്ഥലം കൊടുക്കുന്നേ? എന്തോ ബിസിനസിന്റെ കാര്യമാണ്. ഓ, ഒരു 3-4 വർഷം കൂടി കഴിഞ്ഞാ ഇപ്പോ ഉള്ളതിന്റെ ഇരട്ടി വില കിട്ടും. ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറ്റിയ ആളുണ്ടെങ്കിൽ പറ. പറ്റിയ ആളെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമുക്ക് പറ്റിയ ആളായിരിക്കണം. അയാളോട് പരമാവധി വില പറയണം. അയാളും ശ്രീനിവാസ സാറുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ആകാതെ നമുക്ക് നോക്കാം. തൽക്കാലം വില കുറവാന്ന് പറഞ്ഞ് ശ്രീനിവാസ സാറിന് കുറച്ച് കൊടുത്താൽ മതി. ബാക്കി നമുക്കെടുക്കാന്നേ. പിന്നെ നിന്റെ വീതം എത്രയാണെന്ന് ഞാൻ തീരുമാനിക്കും. കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതിനിടയിൽ പക്ഷെ വേറെ ആരും കയറി വരരുത്. 10-15 ദിവസത്തിനുള്ളിൽ ഒരാളെ കൊണ്ടുവരാൻ നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നടക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോകും. 15 ദിവസമൊന്നും വേണ്ട, 2-3 ദിവസത്തിനുള്ളിൽ ആളെ ഞാൻ തന്നിരിക്കും. തരാന്ന് പറഞ്ഞ വിഹിതത്തിന്റെ കാര്യം അതിലിട്ട് പണിയരുത്. ഇല്ലടോ, ആരുടെയോ ഭൂമി ആർക്കോ വിൽക്കുന്നു. ഇടയ്ക്ക് നിൽക്കുന്ന നമുക്ക് കുറച്ച് ലക്ഷങ്ങളും കിട്ടും. അത്രേ ഉള്ളൂ. നീ വാടാ. ഹലോ മമ്മി, എന്താ മമ്മി ടെൻഷനിലാണോ? ആയിരിക്കും. എന്നാ ഇനിയത് വേണ്ട മോളെ. ഞാൻ നവീനുമായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്തു പറ്റി? അന്ന് നവീൻ എനിക്ക് വാങ്ങിത്തന്ന മെഡിസിൻ അല്ലേ, അത് ഞാൻ കഴിച്ചു. പക്ഷെ അത് ഞാൻ കഴിച്ചപ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഡോക്ടറെ കണ്ട് സംസാരിച്ച് പുതിയ മരുന്നുകൾ വാങ്ങിച്ചു. എത്രയും പെട്ടെന്ന് എന്റെ പേടി മാറ്റിയെടുത്തല്ലേ പറ്റൂ. എന്റെ മമ്മിക്ക് ഞാൻ വാക്ക് തന്നതല്ലേ. നന്നായി. അമോളെ, പിന്നൊരു കാര്യം, ജോത്സ്യൻ പറഞ്ഞത് നിന്റെ മനസ്സിലുണ്ടല്ലോ. പരിഹാര ക്രിയകളെല്ലാം ചെയ്ത് അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നവീന്റെ മുറിയിൽ നീ പോയി ഉറങ്ങാവൂ. ഓർമ്മയുണ്ട് മമ്മി. പിന്നെ എനിക്ക് മമ്മിയോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? മമ്മി എന്നോട് പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ശ്രീനിവാസ് എന്ന ആ മനുഷ്യൻ അതിക്രൂരനാണ്. അല്ലെങ്കിൽ മമ്മിയുടെ അടുത്തുനിന്ന് എന്നെ തട്ടിയെടുക്കാനും എന്നെ ഇല്ലാതാക്കാനും
അയാൾ ശ്രമിക്കില്ലായിരുന്നല്ലോ. മമ്മി ഇത്രത്തോളം വെറുക്കുന്ന ഒരാളുടെ പേര് പിന്നെ എന്തിനാ മമ്മിയുടെ സ്വന്തം പേരിന്റെ കൂടെ വെച്ചത്? ബിസിനസ് രംഗത്ത് സ്വന്തമായി ഒരു അഡ്രസ് ഉണ്ടാക്കുന്നതിനോ? എന്തുകൊണ്ടാ മമ്മിയെ പേര് ഡ്രോപ്പ് ചെയ്യാതിരുന്നേ? നീ ഈ ചോദിച്ച ചോദ്യം പലവട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതാ. ബിസിനസ് ലോകത്ത് സിത്താര എന്ന പേരുകൊണ്ട് തന്നെ നിലനിൽക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ശ്രീനിവാസ് എന്ന പേര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അയാളോടുള്ള പകയും വൈരാഗ്യവും അയാളെക്കാൾ വലുതാവണമെന്നുള്ള ഒരു ആഗ്രഹവും എന്റെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഉറപ്പിച്ചു. എവിടെയെങ്കിലും ഞാനൊന്ന് തളർന്നു വീണ പേരിനൊപ്പമുള്ള ആ 4 അക്ഷരം മതിയായിരുന്നു എനിക്കെന്നെ വീണ്ടെടുക്കാൻ. കാരണം എന്നെങ്കിലും അയാളെന്റെ മുന്നിലെത്തുമ്പോ അയാളെക്കാട്ടിലും ഉയരത്തിലായിരിക്കണം ഞാനെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരാളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അരികത്ത് വരാത്ത അച്ഛനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ മമ്മിയെ ഇത്രയും ദ്രോഹിച്ച ഒരാള് എന്റെ കൺമുന്നിൽ വന്ന ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. മോളെ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളില്ല മമ്മി. എനിക്കെന്റെ മമ്മിയെ മതി, എന്റെ നവീനെ മതി. എന്റെ ലോകം അത്രേ ഉള്ളൂ. താങ്ക് യു മോളെ, താങ്ക് യു. ആ, ഇപ്പോ മമ്മിക്ക് കുറച്ച് സമാധാനമായി. മമ്മിക്ക് നേടാനുണ്ടായിരുന്നത് ബിസിനസ് ലോകത്താ, നിനക്ക് നേടാനുള്ളത് കളരിക്കൽ കുടുംബത്തും. ഒരിക്കൽ മമ്മിക്ക് കേൾക്കണം, നീ അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായെന്ന്. അധികം വൈകാതെ തന്നെ. വെക്കട്ടെ മോളെ. അതെ, ഇന്നലെ 5000 രൂപയുടെ ടിക്കറ്റ് എടുത്തത് ആരാണെന്ന് മനസ്സിലാവുന്നേയില്ല. മിക്ക ആൾക്കാരും നോക്കിയിട്ടുണ്ട്. ഇനി അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോ അനിയൻ സാറിന് കൊടുത്ത ടിക്കറ്റ് എങ്ങാനും ആയിരിക്കോ? ഉദ്ഘാടനത്തിന് കൊടുത്ത ടിക്കറ്റിന്റെ നമ്പർ ഒന്ന് നോക്കി വെക്കണമായിരുന്നു. ഞാൻ നോക്കിയായിരുന്നു. അവസാനത്തെ നമ്പര് 7. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. 5000 അടിച്ചതിന്റെ അവസാന നമ്പർ എത്രയാ? അതും 7. ആ, എന്നാ നിന്റെ ഉദ്ഘാടനം കാലക്കിയിട്ടുണ്ട്. അനിയൻ സാറിന് തന്നെ അവനെ സാധ്യത. ഷോ, രാവിലെ അനിയൻ സാറിനെ കണ്ടപ്പോ ചോദിക്കാനും പറ്റിയില്ല. ആ, കൊഴപ്പല്ല. മോണിക്കുട്ടിക്കിപ്പോ ഓട്ടോ ഉണ്ടോ? ആ, ചെറിയൊരു ഓട്ടോ ഉണ്ട്. അയ്യോ, ദേ അനിയൻ സാറിന്റെ വണ്ടിയല്ലേ വരുന്നത്?